രാവിലെ എണീറ്റാൽ എന്നും ഇവിടുത്തെ കലാപരിപാടിയാണ് കേട്ടോ ഇത്. ഇട്ടിരുന്ന ഡ്രസ്സ് നനഞ്ഞ തോർത്തും വരെ മെത്തേലും കട്ടിലുമാണ്. ഇത് ഒതുക്കി പറക്കുന്ന എന്നും സ്ഥിരം പരിപാടിയാണ് എനിക്ക്. ഇത് കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയാലോ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. നിലവിൽ സഹിക്കാൻ പറ്റത്തില്ല. എന്നെ അടുക്കളയിൽ കയറ്റില്ല. ആരാണെന്നല്ലേ അപ്പോൾ അവനിക്ക് പാല് കൊടുക്കാതെ എന്നെ അടുക്കളയിൽ കയറ്റത്തില്ല. ഫ്രിഡ്ജ് തുറന്ന് അവനുള്ള പാല് കുടിക്കാൻ കൊടുത്തു. ചായ ഇട്ട് തൂത്തുവാരി പാത്രം കഴുകാൻ കുറേ ഉണ്ടായിരുന്നു. പാത്രം എല്ലാം കഴിയുമ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കേക്ക് ഇരിക്കുന്നു. മേളത്തെ അമ്മാമ്മ ക്രിസ്മസിന് വന്നതാണ്. അത് കഴിച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അത് എടുക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു അൻഷാൻ ഇന്ന് എന്താ ഉണ്ടാക്കുക. അപ്പോൾ ദോശമാവുണ്ട്. എനിക്ക് 2 ദോശമുണ്ട്. പക്ഷേ അവൻ ഇഡ്ഡലിയും കഴിക്കത്തില്ല ദോശയും കഴിക്കത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ അവനെ തീറ്റിക്കുമെന്ന്. പക്ഷേ ദോശമാവ് കൊണ്ട് ഇന്ന് ഞാൻ അവന് വെള്ളയപ്പം ഉണ്ടാക്കും. അവനിക്കുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കഴിച്ചു നോക്കാൻ പറയാം ഉഴുന്നിൻ്റെ സ്മെല്ലുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും അവനിക്കുള്ള 3 വെള്ളയപ്പം ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ദോശമാവ് കൊണ്ടുള്ള സൂപ്പർ വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൊടുക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവനിക്ക് ഞാൻ കറിയും വെള്ളയപ്പം കൊടുത്ത് ഒരെണ്ണം കഴിച്ചു. എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സമാധാനത്തോടെ 2 ദോശ തന്നെയാണ് കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ എന്നെ പണി